സ്കോഡ അവരുടെ സബ് മീറ്റർ SUV ആയിട്ടുള്ള കൈലാക്കിനെ ലോഞ്ച് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. 10 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന കാറായിട്ടാണ് അവരിതിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബേസ് വേരിയന്റിന്റെ പ്രൈസ് മാത്രമായിരുന്നു അന്ന് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസ് വേരിയന്റിന് സ്കോഡ പേരിട്ടിരിക്കുന്നത് ക്ലാസിക് വേരിയന്റ് എന്നാണ്. ഇപ്പോൾ സ്കോഡ കൈലാക്കിന്റെ എല്ലാ വേരിയന്റിന്റെയും പ്രൈസിംഗ് റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഏതൊക്കെ വേരിയന്റിന് എത്ര രൂപയാണ് പ്രൈസിംഗ് കൊടുത്തിരിക്കുന്നത്, ആ പ്രൈസിംഗിന് വാങ്ങുന്നത് വെർത്താണോ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം. ഫസ്റ്റ് ഇതിന്റെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള ക്ലാസിക് വേരിയന്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം. 7.89 lakhs rupees ആണ് ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ്. 16 ഇഞ്ച് അലോയ് വീൽ അല്ല കൊടുത്തിരിക്കുന്നത്. LED ഹെഡ്ലൈറ്റ്സ്, അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക്, എയർ ബാഗ് ഡീആക്ടിവേഷൻ, പവർ അഡ്ജസ്റ്റബിൾ ORVMs, ഓട്ടോ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, all power windows, rear AC vents, digital multi information display, front center armrest, 12 volt ചാർജിംഗ് സോക്കറ്റ്, ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് യൂണിറ്റ്, ഫാബ്രിക് സീറ്റ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 4 സ്പീക്കേഴ്സ് ബൈ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഈ വേരിയന്റ് തൊട്ട് സ്റ്റാർട്ട് ആകുന്നുണ്ട്. ഇതൊരു ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്പെക്ക് തന്നെയാണ്. ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിന് അടുത്തതായി ഉള്ളത് സെക്കൻഡ് ബേസ് വേരിയന്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ എന്ന വേരിയന്റ് ആണ്. 9.59 lakhs ആണ് ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ്. ക്ലാസിക് വേരിയന്റിൽ നിന്നും ഈ വേരിയന്റിന് 1,70,70,000 രൂപ അധികമായി നൽകേണ്ടതായിട്ട് വരും. സിൽവർ അലോയ് വീൽസ് ഈ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ ഡിഫ്യൂസർ, ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള ഗിയർ നോബാണ് ഈ വേരിയന്റിൽ വരുന്നത്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, USB-C ടൈപ്പ് ചാർജിംഗ് സോക്കറ്റ്, കൂൾഡ് ഗ്ലൗ ബോക്സ്, ബൂട്ട് ലാമ്പ്, റിയർ പാർസൽ ട്രേ, റിയർ ഡിഫോഗർ, മിനിമൽ ആയിട്ടുള്ള ടച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ കൊടുക്കുന്ന ഈ 5-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വളരെ ചെറുതായി പോയി എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നാവിഗേഷനൊക്കെ ഓണാക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. ക്രോം ഗാർണിഷ് AC വെന്റുകളിൽ കൊടുക്കുന്നുണ്ട്. 4 സ്പീക്കേഴ്സും അഡീഷണൽ ആയിട്ട് 2 ട്യൂട്ടേഴ്സും കൊടുക്കുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സിന് അധികമായി 1,70,70,000 രൂപ എന്നുള്ളത് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. ഇതിന്റെ അടുത്ത വേരിയന്റ് എന്ന് പറയുന്നത് സിഗ്നേച്ചർ പ്ലസ് ആണ്. 11,40,000 രൂപയാണ് ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ്. സിഗ്നേച്ചറിനും സിഗ്നേച്ചർ പ്ലസിനും ഏകദേശം 1,80,000 രൂപയുടെ വ്യത്യാസമുണ്ട്. 8-inch ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, 10-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ടർ, ഓട്ടോ ഫോൾഡ് ORVM, റിയർ സെന്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്, റിയർ പാർക്കിംഗ് ക്യാമറ, ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ്സ്, ഹിൽ ഹോൾഡ് കൺട്രോൾ, ഷാർക്ക് ഫിൻ ആന്റിന, ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ്, പാഡൽ ഷിഫ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങൾ സിഗ്നേച്ചർ പ്ലസ് എന്ന വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ സിഗ്നേച്ചർ പ്ലസ് എന്ന വേരിയന്റിന് 4 ലക്ഷം രൂപയാണ് അധികമായി കൊടുക്കേണ്ടത്. ഇത്രയും ഫീച്ചേഴ്സ് ഇതിൽ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. വളരെയധികം ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. ഫൈനലായിട്ട് ടോപ്പ് എൻഡ് വേരിയന്റിന്റെ പ്രൈസിംഗ് നോക്കാം. പ്രസ്റ്റീജ് എന്ന വേരിയന്റ് ആണ് ടോപ്പ് എൻഡ് വേരിയന്റ്. 13.35 lakhs ആണ് ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ്. ഏകദേശം 1,95,000 രൂപ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട് സിഗ്നേച്ചർ പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഈ പ്രസ്റ്റീജ് എന്ന വേരിയന്റിനെ സിഗ്നേച്ചർ പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 17-inch ഡ്യുവൽ ടോൺ അലോയ് വീൽസ്, ബേസ് വേരിയന്റ് ആയിട്ടുള്ള ക്ലാസിക് തൊട്ട് സിഗ്നേച്ചർ പ്ലസ് വരെ നോക്കുമ്പോൾ 16-inch വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 17-inch വീൽ ആകുന്നുണ്ട്. റിയർ വൈപ്പർ, ഓട്ടോ ഡിമ്മിംഗ് IRVM, പവേർഡ് സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റ്, ലെതേർഡ് അപ്പോൾസ്ട്രി, പവേർഡ് ഫ്രണ്ട് സീറ്റ്, മോഡേൺ ആൻഡ് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഇതിൽ ആഡ് ആകുന്നുണ്ട്. സിഗ്നേച്ചർ പ്ലസുമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നുന്നില്ല. ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള പ്രസ്റ്റീജ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ് 4 മീറ്റർ SUVകളായിട്ടുള്ള മറ്റു ബ്രാൻഡുകളുടെ കാറുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് തന്നെയാണ്. എന്നാൽ ബേസ് വേരിയന്റ് ആയിട്ടുള്ള ക്ലാസിക് വേരിയന്റിന് ട്രൂലി വാല്യൂ ഫോർ മണിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അഡീഷണൽ ആയിട്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും അലോയ് വീൽസും വാങ്ങിയിട്ടാൽ തന്നെ മറ്റെല്ലാ വേരിയന്റുകളെയും കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ ഫോർ മണി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയുക. എഞ്ചിൻ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് എല്ലാ വേരിയന്റിലും സെയിം 1 ലിറ്റർ TSI എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ബേസ് വേരിയന്റിൽ കിട്ടില്ല. സിഗ്നേച്ചർ വേരിയന്റ് തൊട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉണ്ടാകും. മാനുവൽ ഗിയർ ബോക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വേരിയന്റിന് 1 ലക്ഷം രൂപ അധികമായി നൽകേണ്ടതായി വരും. ഓൾറെഡി സ്കോഡ ഇതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ജനുവരി 27-ാം തീയതി മുതൽ ഇതിന്റെ ഡെലിവറിയും സ്റ്റാർട്ടാകുമെന്ന് കരുതാം. സ്കോഡ കൈലാക്കിന്റെ ഈ പ്രൈസിംഗിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ പറയുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.